ആ വണ്ടിയെ ടാങ്കറിൽ ഇടിച്ചില്ലേ ഇത്രയും ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് കേട്ടൂരോട് കയറുക മറ്റേ വണ്ടി ഉൾപ്പെടെ എത്ര പേര് ചേർന്നതിന് ആ വണ്ടി അവിടെ ഒതുക്കി സൈഡില് അതിനകത്ത് വണ്ടി ഇവിടെ കമ്പനിയുടെ വണ്ടിയാണ്. ആ വണ്ടി ഇടിച്ച വണ്ടി തന്നെയല്ലേ കിടക്കുന്നത്? അത് കരുനാഗപ്പള്ളിയുള്ള വണ്ടിയാണ്. അതെന്ത് കൊണ്ടുവരും വരുന്നത് പറഞ്ഞു? അത് പാറയല്ലേ? അവിടുന്ന് എടുത്തോണ്ട് വരുന്ന അല്ലായിരുന്നുണ്ടെങ്കിൽ ആ വന്ന സ്പീഡിലായിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ മിക്കവാറും ഈ ഓട്ടോകൾ മൊത്തം നമ്മുടെ പഞ്ചായത്തിന്റെ ലെഗസിലോട് കേട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മള് സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴേ നോക്കിയപ്പോ ഈ മേളിൽ നിന്ന് ഈ വണ്ടി വരുന്നത് ഞങ്ങൾ കണ്ട് ഇവിടെ നിന്ന് നമ്മളിവിടെ ഈ ഹരിതകർമ്മസേനയുടെ ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഈ മേളിൽ നിന്ന് ആ ടിപ്പർ വരുന്നത്, വണ്ടി ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ട് തിരിയല്ല ഈ സൗണ്ടും കേട്ടു. അപ്പോഴും പെട്ടെന്ന് ഞങ്ങൾ വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിയതും അവിടെ നിന്നും ആൾക്കാർ വന്നു. ഈ വണ്ടി അങ്ങോട്ട് മറിയുന്നത് ഞങ്ങൾ ഇവിടുന്ന് കണ്ടുകൊണ്ട് ഓടി പോവാ, അങ്ങോട്ട് ഇടിച്ച് ചരിഞ്ഞ് നിൽക്കും. അല്ലായിരുന്നുണ്ടെങ്കിൽ ആ വന്ന സ്പീഡിലായിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ മിക്കവാറും ഈ ഓട്ടോകൾ മൊത്തം വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു വായ ഒന്ന് കുറഞ്ഞു. എന്നിട്ടാണ് വന്ന ആ പോസ്റ്ററിൽ ഇടിക്കുന്നത്. മുന്നേ കിടന്ന ഒരു ടാങ്കർ കടന്നു, ആ ടാങ്കറിൽ ഇടിക്കുന്നത്. ആ ടാങ്കറാണ് മുന്നേ കിടന്ന CNG ഓട്ടോയിലും അവിടെ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോയിലിടിക്കുകയും ആ പാർക്ക് ചെയ്ത ഓട്ടോ മറിഞ്ഞ് ചാലിലേക്ക് വീഴുകയും അതിൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളെ വലിയ ബുദ്ധിമുട്ടിയാണ് എടുത്തത്. അത് കഴിഞ്ഞാൽ CNG ഓട്ടോയിലെ ഡ്രൈവർക്കും അതിലിരുന്ന 2 യാത്രക്കാർക്കും പരിക്കുണ്ട്. രണ്ട് വണ്ടിക്കകത്ത് ആളുണ്ടോ? രണ്ട് വണ്ടിക്കകത്ത് ഒരു വണ്ടി ഓട്ടം പോവായിരുന്നു. ഓട്ടം പോയ ആളിനെ പിന്നെ 2 വണ്ടി ഡ്രൈവർമാരെ ഞാൻ ആശുപത്രിക്ക് കൊണ്ടുപോയി. ആശുപത്രി. എങ്ങനെയാ അവരുടെ അവസ്ഥ? ഇപ്പം അങ്ങനെ വലിയ മുറിവോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നത്തെ കാര്യങ്ങളൊന്നും തന്നെ സ്റ്റാൻഡിലെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഈ മഞ്ഞ ഓട്ടോയ്ക്കകത്ത് 2 പേരുണ്ടായിരുന്നു. അമ്മയും ഒരു മോനും. ആ ഡ്രൈവർക്ക് തലയെല്ലാം മുറിഞ്ഞു, വായൊക്കെ നാക്കൊക്കെ മുറിഞ്ഞു, പല്ലുമൊക്കെ മുഖമൊക്കെ പോയി ഇടിച്ചായിരിക്കും. പെട്ടെന്ന് ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോന്ന് ചോദിച്ചപ്പം പറഞ്ഞു തല ഇറങ്ങണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ എന്ത് വെള്ളം കൊടുത്തുകൂടെ, എന്നാൽ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇച്ചിരി വെള്ളം കൊടുത്തു. പെട്ടെന്ന് അടുത്ത വണ്ടി ഓരോ ഓട്ടോയ്ക്ക് പെട്ടെന്ന് വിളിച്ച് ആ ഓട്ടോയ്ക്കകത്ത് ഇവരെ 3 പേരും കൂടെ കയറ്റിയ ഹോസ്പിറ്റലിലോട്ട് വിട്ടത്. എങ്ങനെയായിരുന്നു നമ്മളത് അന്നേരം തന്നെ ഓടിച്ചെന്ന് എല്ലാവരും? ചെരുപ്പ് ഒന്നും എടുക്കാതെ ഞങ്ങൾ ഓടി ചെല്ലും, പെട്ടെന്ന് ഓടിച്ചെന്നത്. ഓട്ടോയ്ക്കകത്ത് കയറ്റി വിടുകയും ചെയ്യും. ഫയർഫോഴ്സ് ഒക്കെ വന്നായിരുന്നല്ലേ? ചരിഞ്ഞിടുന്ന വണ്ടിയിൽ നിന്ന് ഷൈജു ഇറങ്ങാൻ ഒത്തിരി പാടുപെട്ടു. ഈ ഷൈജു എന്ന് പറഞ്ഞ ആ വണ്ടിയുടെ പിന്നെ അതിനകത്ത് ഈ ഷൈജു എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അത് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. തോട്ടം ഇരുന്ന ആള് ഇതിന്റെ ഇടയ്ക്കായി ഇറങ്ങിയത്. എന്നിട്ട് CNG ഓട്ടോയിലിരുന്ന യാത്രക്കാർ 2 പേരും അവര് എവിടുന്നോ യാത്ര കഴിഞ്ഞ് കുന്നടയ്ക്ക് വരുന്ന വഴിയാ. ഇങ്ങോട്ട് വളഞ്ഞ് കയറുമ്പോഴാണ് ഈ സംഭവം എല്ലാം ഇവിടെ നടക്കുന്നത്. മുന്നോട്ടുള്ള 3-4 ഓട്ടോയ്ക്ക് ഇത് ശരി. നമ്മൾ അങ്ങോട്ട് റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് റോഡിലോട്ട് നോക്കി ഇരുന്നപ്പോഴാണ് മേളിൽ നിന്ന് വണ്ടിയുടെ വരവ് കാണുമ്പോഴേ അറിയാം മിസ്റ്റേക്ക് ഉണ്ട്. നല്ല സ്പീഡിലാണ് വന്നത്. ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ സ്പീഡിൽ വന്ന ഒരു ഇവിടെ ഒരു മിക്സർ മെഷീൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു. മിക്സർ മെഷീന്റെ ഒരു വണ്ടി, അതിലാണ് ആദ്യം ഇടിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് ആ വിറയിൽ മാറിയിട്ടില്ല. ഞങ്ങള് എങ്ങനെയായിരുന്നു നമ്മളത് അന്നേരം തന്നെ ഓടിച്ചെന്ന് എല്ലാവരും? പെട്ടെന്ന് ഓടിച്ചെന്നത് വലിയൊരു അപകടം ഒഴിവായി പോയി. ആ വണ്ടിയെ ടാങ്കറിൽ ഇടിച്ചില്ലേ ഇത്രയും ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് കേട്ടൂരോട് കയറുക മറ്റേ വണ്ടി ഉൾപ്പെടെ എത്ര പേര് ചേർന്നതിന് ആ വണ്ടിയിൽ ഇടിച്ചിട്ട് നേരെ ഇങ്ങ് വരുവാ. ആ വണ്ടി ഇടിച്ചോണ്ട് സ്പീഡ് കുറഞ്ഞു. ആ വണ്ടി ഇടിച്ച മൊത്തമാണ് ആ ടാങ്കർ വണ്ടി ഓട്ടോറിക്ഷയെ മൊത്തം ഇടിക്കുന്നത്. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇവിടെ വന്ന അങ്ങോട്ട് വരുന്ന വണ്ടിയിൽ എല്ലാം ഇടിച്ചിട്ടാണ് ഇത് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അത്ര അപകടത്തിന് വ്യാപ്തി കുറഞ്ഞല്ലേ? എപ്പോഴും വണ്ടി വരുന്ന ഇപ്പം 3-4 മാസമായുള്ള ഒരു മേളിൽ നിന്ന് രാത്രി ഒരു തടിയും കയറ്റി വന്ന വണ്ടി കടകളെ മൊത്തം ഇടിച്ചു വാർത്തകളെ. കടകൾ ആ സൈഡിലെ 4 മാസമായത്. മറ്റേ ടാങ്കറാണ് ഈ വണ്ടി ഈ ഓട്ടോയ്ക്കകത്ത് മൊത്തം തട്ടുന്നത്. ബാക്കിൽ വന്ന് ഇടിച്ചിട്ടല്ലേ അങ്ങോട്ട് പോകും. എന്താ പറ്റിയതാന്നല്ല ബ്രേക്ക് പോയെന്നാ പറയുന്നല്ലേ? ഓക്കെ. അപകടം ഉള്ളതാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വന്നു, ലീക്കൊക്കെ മാറ്റിയിട്ടാണ് ഓട്ടോ ഇവിടെ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം
അതിന്റെ മുറയ്ക്ക് നടന്നു. പോലീസുകാരൊക്കെ പെട്ടെന്ന് എത്തി. ആ ആ ആ കാര്യങ്ങൾ എല്ലാം വലിയ അപകടം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓടി ചെന്നപ്പോഴേ ഞങ്ങളുടെ കുറെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ അവർക്ക് കൊടുത്ത് അവർ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ പറ്റി. പഞ്ചായത്തിലെ എല്ലാ പ്രതിനിധികളും പ്രസിഡന്റും ഉദ്യോഗസ്ഥയില്ല. പക്ഷേ ടിപ്പറിന്റെ ഡ്രൈവറിന്റെ പല്ലൊക്കെ ഇളകിയിട്ടൊക്കെ ഉണ്ട്. വായിക്കൂടെ ചോരയൊക്കെ വരുന്നു. അങ്ങനെ കൊണ്ടുപോയി. അന്നേരം തന്നെ പഞ്ചായത്തുകാരെല്ലാവരും ഇടപെട്ടു.